ഹലോ ഗൈസ്, നമ്മൾ ചുമ്മാ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. എല്ലായിടം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കരിമ്പ് ജ്യൂസ് കടയിലാണ് ഫസ്റ്റ് പോയത്. എല്ലാവരും കുടിക്കാനൊക്കെ ഒരു അപ്പൂസാണ് തിരഞ്ഞെടുക്കുന്നത്. എല്ലാവരും ഞാൻ കുടിച്ചില്ല, കാരണം എനിക്ക് ഇഷ്ടമില്ല അത്ര. എല്ലാവരും കൂടിയിട്ട് അവസാനം നമ്മൾ ഇറങ്ങി. ഈ ഒരു സ്റ്റാച്ചു എനിക്ക് ഇഷ്ടമായി. ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ആയിരുന്നു. ഇത് കാണാൻ കുറച്ചൊക്കെ നിന്നിട്ടാണ് നമ്മൾ തിരിച്ച് പോയത് കേട്ടോ. കുറേ നേരം ഇതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇത് കഴിഞ്ഞ് നേരെ നമ്മുടെ ലക്ഷ്യം ബേക്കറിയിലോട്ടായിരുന്നു. അങ്ങനെ അടുത്ത് പോയത് ബേക്കറിയിലായിരുന്നു. അപ്പൂസ് ഫസ്റ്റ് തന്നെ എന്തൊക്കെയോ അമ്മയോട് പറയുമായിരുന്നു, എനിക്ക് ഇത് വേണം അമ്മ, അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എനിക്കും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പഴയ പോലെ ഒരെണ്ണം വാങ്ങാൻ പോയി മിക്കതും വാങ്ങേണ്ടി വന്നു. അങ്ങനെ അവസാനത്തെ എല്ലാം കൂടെ നോക്കിയപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചോക്ലേറ്റ് ഷേക്കൊക്കെ കിട്ടും. പിന്നെ അടിപൊളിയായിട്ടുള്ള കേക്ക്, സോ മെനി സാധനം എന്ന് വെച്ചാൽ കുറേ ഉണ്ട്. പിന്നെ ക്യാൻഡി അല്ലെങ്കിൽ ചോക്ലേറ്റ് സെക്ഷൻ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. ഞാൻ മാത്രമല്ല, അപ്പു എന്തോ പറയായിരുന്നു, അതും തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. പിന്നെ കുറേ തപ്പിയിട്ടാണ് അവന് കിട്ടിയത് കേട്ടോ. ഞാനാണെങ്കിൽ വേറെ എവിടേക്കോ ആയിരുന്നു എൻ്റെ കണ്ണ്, അവിടെയല്ല. പിന്നീട് പ്രിങ്കിൾസ് നോട്ടമിട്ടു. പിന്നീട് വിചാരിച്ച് വേറെ വല്ലതും നോക്കാം. അപ്പോഴാണ് വേറൊരു സംഭവം ഗൈസ്, എന്ന് വെച്ചാൽ സോർ ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാൻഡി, ഒരു ടാപ്പ് പോലത്തെ ക്യാൻഡി ഉണ്ട്. പിന്നെ അത് കണ്ടപ്പോൾ ഒരു തൃപ്തിയായി, അതും കൂടെ വാങ്ങിച്ചു. ആദ്യമായിട്ട് വാങ്ങിച്ചതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ പ്രിങ്കിൾസ് എടുത്തു. അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. അവൻ ഇത് വേണം, എനിക്ക് ഇത് വേണം. വേറെ ഫ്ലേവറുകളായപ്പം അവസാനം രണ്ടും എടുക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും ആദ്യം തിരിച്ചു വയ്ക്കാൻ വിചാരിച്ചെങ്കിലും പപ്പ പറഞ്ഞു രണ്ടെണ്ണം ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇതൊക്കെയാണ് നമ്മൾ ഇത്ര തവണ വാങ്ങിച്ചിട്ടുള്ളത്. കുറേ തപ്പി ഐസ്ക്രീംസൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കി. പിന്നെ ചുമകളും ഒക്കെ ആയിരുന്നുകൊണ്ട് അത്ര വാങ്ങിച്ചില്ല. ഗുലാബ് ജാം സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മിനി ഗുലാബ് ജാം, കുറേ തരം ഗുലാബ് ജാം, ന്യൂ ഗുലാബ് ജാം കുറേ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും ഫസ്റ്റ് മനസ്സിലായില്ല. അവസാനം അപ്പൂസ് പറഞ്ഞു എനിക്ക് ഈ പ്രിങ്കിൾസ് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തു. അവൻ അവസാനം വേറെ അടുത്ത് പോവുമായിരുന്നു. എനിക്ക് അടുത്ത് വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ ഉള്ള സെക്ഷൻസൊക്കെ നോക്കി. ചോക്കോ ലാവ കേക്ക്, ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം തപ്പിയപ്പോൾ എനിക്കും ഒരു ആകർഷണമായി. പോയി നിന്ന് ചുമ്മാ വായും പൊളിച്ച് നിന്നു, ചുമ്മാ നിന്നു എന്ന് പറയാം. എല്ലാം കഴിഞ്ഞപ്പം അപ്പൂസിന് തൃപ്തിയായി. വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഇതൊക്കെ നോക്കി വെച്ചു. പക്ഷേ അപ്പു ആൾ കൊള്ളാമല്ലോ, അവ ഉള്ള കട മൊത്തം എടുക്കുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക്. പിന്നെ എന്തോ ഒരു ലോലിപോപ്പ്, ജെല്ലി ലോലിപോപ്പ് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ബേക്കറി വിട്ട് തിരിച്ച് വീട്ടിലോട്ടെന്ന ലക്ഷ്യത്തിൽ തിരിച്ച് പോകാനായിട്ട് റെഡിയായി പോയി. അപ്പു ഇറങ്ങിയപ്പം കൈ ഫുള്ള് അവൻ്റെ കയ്യിലൊന്നും സാധനം, കാരണം അവന് മാത്രം പിടിക്കണ രീതിയിലായിരുന്നു അവൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഫസ്റ്റ് അവൻ്റെ നോട്ടം വീട്ടിൽ പോയ ഉടനെ അവൻ അൺബോക്സ് ചെയ്തു. അവൻ ഇത്രയുള്ളൂ. അങ്ങനെ അവസരം തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. റോഡിലൊക്കെ നിന്ന് നല്ല കാറ്റായിരുന്നു. റോഡിൽ ഭയങ്കര കാറ്റായിരുന്നു. നന്നായിട്ട് പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അടിപൊളി മരം, വെറൈറ്റി രീതിയിലുള്ള ചെടിയുടെ മരങ്ങളൊക്കെ കണ്ടത്. അതൊക്കെ ആസ്വദിച്ച് പിന്നെ കുറേ ഇവിടെയുള്ള സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബായ്, ഇത്രയേ ഉള്ളൂ.